വല്ലപ്പോഴും അല്ലേ എന്ന് കരുതി ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഒന്ന് ഡ്രിങ്ക്സ് അടിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടുമ്പോഴത്തേക്ക് ഒരു 2-3 സിഗരറ്റ് ഡെയിലി വലിക്കും. അപ്പം ആ ലെവൽക്കാണെന്ന് കുഴപ്പമില്ല എന്ന് കരുതി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ പിയിൽ ഒരു 28 വയസ്സായ ചെറുപ്പക്കാരൻ വന്നിരുന്നു, ക്ഷീണാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ലിവറിന്റെ എൻസൈംസും അതേപോലെ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ, അത് കൂടുതലായിരുന്നു. അപ്പോൾ ഡെയിലി 2-3 സിഗരറ്റ് വലിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് 75% ചാൻസ് ഉണ്ട് വലിയ ഒരുപാട് വലിക്കുന്ന ആൾക്കാരുടെ അതേ റിസ്കുകൾ വരാനായിട്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മളോട് പറയും, തുടക്കത്തിലേ പറയും, മോനെ ഇത് വേണ്ടാന്ന് നിർത്തിക്കുമെന്ന്. ആ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 8 മണിക്കൂർ ഉറക്കം കിട്ടിയതിന് ശേഷവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമായിട്ട് വരിക, മുഖമൊക്കെ കുറച്ച് തടിച്ച് വീങ്ങിയിരിക്കുക, കണ്ട് ചുറ്റും കറുപ്പ് നിറം വരിക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രശ്നം, വയറ് സ്തംഭനം, അല്ലെങ്കിൽ നല്ല പുളിച്ച് തികട്ടി വരാമെന്ന് പറയുന്ന ഒരു അവസ്ഥക്ക് വരാം. ഇതൊക്കെ ഇതിൻ്റെ തുടക്ക ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇത് നിർത്താൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മാറ്റം ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 3 ആഴ്ചയെങ്കിലും ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ക്ഷീണവും ഉറക്ക പ്രശ്നമൊക്കെ മാറി നിങ്ങൾക്ക് ശരീരത്തിൽ നല്ല എനർജി കിട്ടും. അപ്പോൾ നിങ്ങളുടെ ശരീരം വല്ലപ്പോഴും കുടിക്കുന്ന ആളാണോ അതോ സ്ഥിരം കുടിക്കുന്ന ആളാണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേർതിരിക്കില്ല, അതിൻ്റെ പ്രശ്നം ഉറപ്പായിട്ടും ശരീരത്തിൽ വരും.